യന്ത്രവൽകൃത ബോട്ടുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ മത്സ്യസമ്പത്ത് കുറയുമെന്നാണ് ബോട്ട് ഉടമകൾ പറയുന്നത്. പുതിയ നിയമം മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്നും ഉടമകൾ പറയും. 3500 മത്സ്യബന്ധന യാനങ്ങളാണ് കേരള തീരത്തുള്ളത്. അധികവും കൊല്ലം ജില്ലയിലെ നീണ്ടകര ശക്തികുളങ്ങര ഭാഗത്തു നിന്ന്. കടലിൽ വെള്ളത്തിൻ്റെ ചൂട് വർദ്ധിച്ചതിലും മഴ കുറഞ്ഞതിലും ബോട്ടുടമകൾക്ക് ആശങ്കയാണ്. പരമ്പരാഗത മത്സ്യങ്ങൾ കുറയുമെന്നാണ് പറയുന്നത്. ചാള, മത്തി, അയല എന്നിവ കഴിഞ്ഞ 3 വർഷമായി കുറച്ചാണ് ലഭിക്കുന്നത്. പ്രതീക്ഷ ചെമ്മീൻ നിറയുന്ന കരിക്കാടിയിലാണ്. ലെ കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ റൂൾസ് മത്സ്യബന്ധന മേഖലയ്ക്ക് തിരിച്ചടിയായെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. ലൈസൻസ് ഫീസ് ഉൾപ്പെടെ കുറയ്ക്കണമെന്ന ആവശ്യവും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ബോട്ടുകളിൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അധികം പേരും ഇതുവരെയായും മടങ്ങിയെത്തിയിട്ടില്ല. ഇതും പ്രതിസന്ധിക്ക് വഴിവെക്കുന്നു. ട്രോളിംഗ് നിരോധന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള യന്ത്രവൽകൃത വള്ളങ്ങൾ വിലക്ക് ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത വള്ളങ്ങൾ കടലിൽ പോയെങ്കിലും കാര്യമായി മത്സ്യം ലഭിച്ചിരുന്നില്ല. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.